ഇന്നലെ നമ്മൾ തുളസീദാസ്, സൂർദാസ്, മീരാബായി സഗുൺ ഭക്തി കാലഘട്ടത്തിലെ കവികളെ കുറിച്ചിട്ടാണ് നമ്മൾ കവികളെക്കുറിച്ചും കവയിത്രിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ NIOSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ വൺ വേർഡുകളാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവരെക്കുറിച്ച് പഠിക്കുന്നത് കൂടെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പഠിച്ചു വെക്കുന്നു. അതേപോലെ തന്നെ വൺ വേർഡിനും വളരെയധികം പ്രാധാന്യം കൊടുത്ത് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം വൺ വേർഡ് എന്ന് പറയുമ്പോൾ ഈസിയാണെന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷേ കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ പഠിക്കണം. ആ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വൺ വേർഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് തുളസീദാസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം രാമഭക്തനായതുകൊണ്ട് തന്നെ രാമനും ഭരതനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, സഹോദര ബന്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നത് തൻ്റെ രചനകളിലൂടെ. സൂർദാസ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ സൂർദാസ് എന്ന് പറയുന്ന കവി അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൃഷ്ണഭക്തനായതുകൊണ്ട് തന്നെ കൃഷ്ണനോടുള്ള അഗാധമായിട്ടുള്ള ഭക്തിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് കൃഷ്ണൻ്റെ ബാലലീലാവും കൃഷ്ണൻ്റെ ആ ഒരു ബാല്യകാലഘട്ടത്തിലുള്ള ആ ഒരു കളികളും തമാശകളും എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പോയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കൃഷ്ണനോടുള്ള ആരാധന, കൃഷ്ണനോടുള്ള ഭക്തിയാണ് ഏറ്റവും കൂടുതൽ അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതേപോലെ മീരാബായിയുടെ രചനകളിലാണെന്നുണ്ടെങ്കിലും കൃഷ്ണനോടുള്ള ആ ഒരു അഗാധമായിട്ടുള്ള ഭക്തിയാണ് നമുക്ക് ഉടനീളം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തുളസീദാസിൻ്റെ രചനകളിൽ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? അദ്ദേഹം രാമഭക്ത കവിയായിരുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ ബായി കെ പ്രേം കാ ആദർശ്, രാം കാ ചോട്ടോം കെ പ്രതി സ്നേഹ്, ഭരത് കോ ചരിത്രഗത് വിശേഷതായും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാമ ഓർ ഭരത് കെ ബീച്ച് കെ സംബന്ധ് ഓർ അവരുടെ ഇടയിൽ വരുന്ന ആ ഒരു സാഹോദര്യ ബന്ധം, അവരുടെ ആ സഹോദരനുമായിട്ടുള്ള ആ ഒരു സാഹോദര്യ ബന്ധത്തിനെയാണ് ഏറ്റവും കൂടുതൽ എടുത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ സൂർദാസിൻ്റെ രചനകളിലാണ് ബാലകൃഷ്ണ ക ചിത്രാത്മക് വർണ്ണൻ കിയാ ഹി. പിന്നെ മീരാബായിയുടെ രചനകളിലാണെന്നുണ്ടെങ്കിൽ കൃഷ്ണയ്ക്ക് അനന്യ പ്രേമഭാവ്, മാധുര്യഭാവ്, ഇതെല്ലാമാണ് ആത്മവിശ്വാസേവം ദൃഢത, ഇതെല്ലാം നമുക്ക് മീരാബായിയുടെ രചനകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൂർദാസ് കി പദ് കി വിശേഷത നഹി ഹേ, അതായത് ഒരു വൺ വേർഡ് പോലെ ചോദിക്കുന്നതാണ്. സൂർദാസ് കി പദ് കി വിശേഷത നഹി ഹേ, എന്താണ് അതിൽ ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ആൻസർ എന്താണ്? ഓപ്ഷൻസ് ചിത്രാത്മകത, ഗതിശീലത, ശൃംഗാരികത, സ്വാഭാവികത. അപ്പോൾ ഒരു ഭാവം, അതായത് വിശേഷത ഇല്ലാത്തത് നഹീഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെന്താണ്? ശൃംഗാരികത. മീരാബായി की पद किस संबोधित है? राणा को, माँ को, स्वयं को, सखी को എന്നാണ് ആൻസർ വരുന്നത്. मीराबाई की पद में किसे मोल लेने की बात कहा गई है? कृष्ण को, जीवन को, दर्शन को, पूर्व जन्म को. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൃഷ്ണക്കോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തുളസീദാസ് രാമഭക്ത കവിയായിരുന്നു എന്നുള്ളതും, അതേപോലെ സൂർദാസ് കൃഷ്ണഭക്ത കവിയായിരുന്നു എന്നും, മീരാബായി കൃഷ്ണഭക്ത് കവിയത്രിയായിരുന്നു എന്നുള്ളതും നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇവരുടെ രചനകളെ കുറിച്ചിട്ടും നമ്മൾ പഠിച്ചു പോയിരുന്നു. തുളസീദാസ് ഭക്തികാൽ കെ സഗുൺ ഭക്തി കാവ്യധാരാ കെ രാമഭക്ത് കവി ഹെ, ഉനോനെ രാംചരിതമാനസ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചന അല്ലെങ്കിൽ പ്രമുഖ രചന എന്ന് പറയുന്നത് രാംചരിതമാനസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത്